മുനമ്പം വഖഫ് ഭൂമിയാണെന്ന് ആവർത്തിച്ച മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്ത് വരുമ്പോൾ വെട്ടിലായി കോൺഗ്രസ്. MK മുനീറിന് പിന്നാലെ KM ഷാജി VD സതീശനെ തള്ളുമ്പോൾ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് PK കുഞ്ഞാലിക്കുട്ടി ചെയ്തത്. ലീഗ് സമ്മർദ്ദം ശക്തമാക്കിയാൽ കോൺഗ്രസിന് നിലപാടിൽ നിന്ന് പിന്തിരിയേണ്ടി വരുമോ എന്ന ചോദ്യമാണ് ഉയർന്നത്. വിവരങ്ങളുമായി ഗോകുൽ K വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുല്, ഈ മുനമ്പം വഖഫ് ഭൂമി ആണെന്ന് ആവർത്തിക്ക് പറയുകയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ. ഒപ്പം തന്നെ ഇങ്ങനെ പറയുമ്പോൾ കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ വെട്ടിലാവുകയാണ്. VD സതീശൻ അടക്കമുള്ള ആളുകളുടെ നിലപാടിനെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഈ മുസ്ലിം ലീഗ് നേതാക്കൾ, ഇപ്പോൾ MK മുനീറും KM ഷാജിയും അടക്കമുള്ള ആളുകൾ വരുന്നത്. അത് UDF-നുള്ളിൽ വലിയൊരു ഭിന്നത തന്നെ സൃഷ്ടിക്കുന്നില്ലേ? UDF-നെയും കോൺഗ്രസിനെയും ഒക്കെ പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവനകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി MK മുനീറും KM ഷാജിയും അടക്കമുള്ള ലീഗ് നേതാക്കൾ മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്ന് ആവർത്തിച്ചുകൊണ്ട് രംഗത്ത് വരുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നേരത്തെ VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുനമ്പം ജനതയ്ക്കൊപ്പമാണ്, മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ VD സതീശനെ തിരുത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ UDF-നകത്ത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മുന്നണിയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ സന്നദ്ധരായിട്ടുള്ള നേതാക്കൾ തന്നെയാണ് VD സതീശനെ തിരുത്താൻ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. VD സതീശൻ കഴിഞ്ഞ ദിവസം എറണാകുളം DCCയുടെ, എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടൊരു സമരമൊക്കെ നടത്തിയിരുന്നു, ഒരു ധർണയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടത്തുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അതിനെ തള്ളിക്കൊണ്ട് മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന് പറയാൻ സാധിക്കില്ല എന്ന അഭിപ്രായവുമായി KM ഷാജിയൊക്കെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് നാളുകളായിട്ട് മുനമ്പം ജനതയ്ക്കൊപ്പമാണ് തങ്ങൾ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുമ്പോഴും അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന ആരോപണം ശക്തമായതിനെ തുടർന്നാണ് ഈ എറണാകുളം DCCയുടെ നേതൃത്വത്തിൽ ഒരു ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിക്കാൻ കോൺഗ്രസ് നിർബന്ധിതമായത്. തുടക്ക സമയത്ത് തൊട്ട് തന്നെ പ്രതിപക്ഷ നേതാവ് അക്കാര്യം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് വേണ്ടി പ്രത്യക്ഷത്തിൽ രംഗത്ത് വരാൻ അദ്ദേഹം തയ്യാറാവാത്തത് വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ഈ വിമർശന വിധേയമായ സാഹചര്യത്തിൽ അവർക്ക് അനുകൂലമായ ഒരു നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വരുമ്പോൾ മുസ്ലിം ലീഗിനകത്ത് നിന്ന് അമർഷം ശക്തമാകുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നു. ആദ്യം MK മുനീർ, മുസ്ലിം ലീഗിന്റെ നിയമസഭാ കക്ഷി ഉപനേതാവായിട്ടുള്ള MK മുനീർ ആണ് പ്രതിപക്ഷ നേതാവിനെ തിരുത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ അത് KM ഷാജിയിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം മുന്നണിക്കകത്ത് ഉണ്ടാകുമ്പോൾ അതിനെ തിരുത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് വരാൻ വേണ്ടി ലീഗിനകത്തെ സമുന്നതരായ നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. തുടക്കം മുതൽ ഈ വഖഫ് ഭൂമി വിഷയത്തിന്റെ തുടക്കം മുതൽ തന്നെ മുസ്ലിം ലീഗിന്റെ നിലപാട് അത് വഖഫ് ഭൂമിയാണ് എന്ന് തന്നെയായിരുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത്, അതായത് പാലക്കാട്, വയനാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള മുനമ്പൻ ജനത പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ ഒരുപക്ഷെ മുസ്ലിം ലീഗ് വലിയ രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്താത്തൊരു കാഴ്ചയായിരുന്നു കണ്ടതെങ്കിൽ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതോടുകൂടി പ്രത്യക്ഷമായിട്ട് തന്നെ തങ്ങളുടെ നിലപാട് എന്താണ് എന്ന് വീണ്ടും ആവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ ലീഗ് എത്തിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ കോൺഗ്രസിന് എങ്ങനെയാണ് ഇതിനെ തരണം ചെയ്യാൻ വേണ്ടി സാധിക്കുക, ലീഗിന്റെ പുറകെ പോകേണ്ടി വരുമോ, ഈ അഭിപ്രായം പ്രതിപക്ഷ നേതാവിന് ആവർത്തിക്കാൻ വേണ്ടി സാധിക്കുമോ എന്ന സംശയങ്ങളൊക്കെ എന്തായാലും ഉയർന്നു വരുന്നുണ്ട്. തുടർച്ചയായിട്ട് സമുന്നതരായിട്ടുള്ള നേതാക്കൾ ഈ പ്രതിപക്ഷ നേതാവിനെ തന്നെ തള്ളിക്കൊണ്ട് മുന്നോട്ടേക്ക് വരുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കോൺഗ്രസിനകത്ത് നിന്ന് മറ്റൊരു നേതാവ് രംഗത്ത് വരുന്ന കാഴ്ചയും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നില്ല. VD സതീശൻ മാത്രമായിരുന്നു ഈ രീതിയിൽ അത് വഖഫ് ഭൂമിയല്ല എന്ന അഭിപ്രായ പ്രകടനം പങ്കുവെച്ചത്. അതിനെ തള്ളിക്കൊണ്ട് ലീഗിന്റെ നേതാക്കൾ മുന്നോട്ടേക്ക് വരുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിനകത്ത് നിന്ന് ആരും വരുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ലീഗ് പറയുന്നതിനനുസരിച്ച് ഇനി കോൺഗ്രസ് തങ്ങളുടെ നിലപാടിൽ നിന്നുള്ള അഭിപ്രായത്തിൽ നിന്ന് പിന്മാറുമോ, അല്ല UDF-നകത്ത് ഇത് ഏത് രീതിയിലായിരിക്കും ഇനി ചർച്ച ചെയ്യപ്പെടുക? മുസ്ലിം ലീഗിന്റെ വാക്കും കേട്ട് മുനമ്പം ജനത 610ഓളം കുടുംബങ്ങൾ 2 മാസത്തോളമായി തുടരുന്ന സമരത്തെ പിന്നിൽ നിന്ന് കുത്തേണ്ടി വരുമോ കോൺഗ്രസിന് എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള വിഷയങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഈ KM ഷാജി മലപ്പുറത്തായിരുന്നു VD സതീശന്റെ പ്രസ്താവനയെ തള്ളിക്കൊണ്ട് മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന് പറയാൻ സാധിക്കില്ല എന്നൊരു പ്രസ്താവന നടത്തിയത്. അതിനുശേഷം ഇന്നലെ രാത്രി കാസർഗോഡും ഇതേ രീതിയിൽ സമാനമായിട്ടുള്ള ഒരു പ്രതികരണം KM ഷാജി നടത്തുകയുണ്ടായി. അതായത് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് വഖഫ് ഭൂമിയല്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടില്ല എന്നൊരു നിലപാടിലേക്ക് KM ഷാജി എത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ വഖഫ് ഭൂമിയാണ് എന്ന ബഹുഭൂരിപക്ഷം മുസ്ലിം സംഘടനകളുടെ അഭിപ്രായത്തോട് യോജിച്ച് നിൽക്കുന്ന ഒരു സമീപനമാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചു വരുന്നത്. SDPI-യും ജമാഅത്തെ ഇസ്ലാമിയും മറ്റ് തീവ്രവാദ സംഘടനകളൊക്കെ വഖഫ് ഭൂമിയാണ് മുനമ്പത്തേത് എന്ന ആവശ്യവും പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്റെ അഭിപ്രായ പ്രകടനത്തിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യവും ഒക്കെ മുന്നോട്ടേക്ക് വെച്ചിരുന്നു. സമാനമായ രീതിയിൽ മുസ്ലിം ലീഗും SDPI-യോടും ജമാഅത്തെ ഇസ്ലാമിയോടും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് മുനമ്പത്തേത് വഖഫ് ഭൂമി ആണ് എന്ന അഭിപ്രായം മുന്നോട്ടേക്ക് വെക്കുന്നു. VD സതീശനോട് അഭിപ്രായം തിരുത്തണമെന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ വഖഫ് ഭൂമിയല്ല എന്ന അഭിപ്രായം പറയാൻ ആർക്കും അവകാശമോ അധികാരമോ ഇല്ല എന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ മുസ്ലിം ലീഗ് നേതാക്കൾ മുന്നോട്ടേക്ക് വെക്കുന്നു. ലീഗിനകത്ത് തന്നെ അതിനൊരു സ്വീകാര്യത വരുന്നു. VD സതീശനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിനകത്ത് നേതാക്കൾ വരാത്തൊരു
ഒരു സാഹചര്യം ഉണ്ടാകുന്നു. UDF-നകത്ത് അഭിപ്രായ വ്യത്യാസം കൂടുതൽ രൂക്ഷമാകാനുള്ള ഒരു സാധ്യതയൊക്കെയാണ് മുന്നിലേക്ക് കാണുന്നത്. പ്രത്യേകിച്ചും ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന കാലഘട്ടത്തിലേക്കാണ് നടക്കുന്നത്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ലീഗിന് കോൺഗ്രസ് കീഴടങ്ങേണ്ടി വരുമോ എന്നൊരു ആശങ്കയും സംശയമൊക്കെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ശരി ഗോകുൽ, എന്തായാലും മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ മുസ്ലിം ലീഗും ഒപ്പം തന്നെ കോൺഗ്രസും തമ്മിൽ ചെറിയൊരു ആശയ അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. വി ഡി സതീശനെ എന്തായാലും ലീഗ് നേതാക്കൾ തള്ളുന്നുണ്ട്. അത് UDF-ന് വലിയ തലവേദന തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. ഇവരെ നൽകുകയായിരുന്നു ഗോകുൽ കെ വേണുഗോപാൽ.